മുന്നി ഇൻഫോടെക്കിന്റെ ടാലി പ്രൈം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിൽ മെയിനായിട്ട് 8 വൗച്ചേഴ്സ് ഉള്ളത്. ആ വൗച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം വൗച്ചർ എന്താണെന്ന് പഠിക്കാം. ഇപ്പം നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സാധനം എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് നമുക്ക് റെസിപ്റ്റ് തരും. ഈ റെസിപ്റ്റിനെ തന്നെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ വൗച്ചർ എന്ന് പറയുന്നത്. വൗച്ചറിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് ക്യാഷ് വൗച്ചറും പിന്നെ ഒന്ന് നോൺ ക്യാഷ് വൗച്ചറുമാണ്. അപ്പൊ ക്യാഷ് വൗച്ചർ പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ക്യാഷ് ട്രാൻസാക്ഷൻ്റെയാണ് ക്യാഷ് വൗച്ചർ എന്ന് പറയുന്നത്. അതും 2ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് ഡെബിറ്റ് വൗച്ചറും പിന്നെ ക്രെഡിറ്റ് വൗച്ചറും. ഡെബിറ്റ് വൗച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് പേയ്മെന്റ്സിനെയാണ് ഡെബിറ്റ് വൗച്ചറിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നത്. ക്രെഡിറ്റ് വൗച്ചറിന്റെ അണ്ടറിൽ വരുന്നത് ക്യാഷ് റിസീപ്റ്റ് ട്രാൻസാക്ഷനുകളാണ്. പിന്നെ വരുന്നതാണ് നോൺ ക്യാഷ് വൗച്ചേഴ്സ്, അതായത് ക്രെഡിറ്റ് സെയിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് പേയ്മെന്റ്സ് ഒക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ടാലിക്കകത്ത് വൗച്ചേഴ്സിനെ 2 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് അക്കൗണ്ടിംഗ് വൗച്ചറും പിന്നെ ഒന്ന് ഇൻവെന്ററി വൗച്ചേഴ്സ് ആണ്. അപ്പൊ ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് മെയിനായിട്ട് 8 എണ്ണമാണ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ വൗച്ചേഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കാം. വൗച്ചർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് ട്രാൻസാക്ഷൻ്റെ അണ്ടറിൽ വൗച്ചേഴ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ കഴിയും. ഇതിനകത്ത് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വൗച്ചേഴ്സ് ആണ് കാണാൻ കഴിയുന്നത്. അതിൽ ആദ്യം കോൺട്ര വരുന്നുണ്ട്, പിന്നെ പേയ്മെന്റ്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ്, പിന്നെ അതർ വൗച്ചേഴ്സിൽ 2 എക്സ്ട്രാ വൗച്ചേഴ്സും കൂടി ഉണ്ട്, ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും. അപ്പോൾ ഓരോ വൗച്ചേഴ്സിനും അതിന്റെ ഷോർട്ട് കട്ട് കീ വന്നിട്ട് അതിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് കട്ട് കീ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടാലിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യാം. വൗച്ചേഴ്സ് 2 മോഡിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഒന്ന് സിംഗിൾ എൻട്രി മോഡും മറ്റേത് ഡബിൾ എൻട്രി മോഡും. അപ്പോൾ സിംഗിൾ എൻട്രി എന്താണ്, ഡബിൾ എൻട്രി എന്താണെന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഒന്നും കൂടി പറയാം. ഡബിൾ എൻട്രി മോഡ് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും കാണാൻ കഴിയും. അപ്പോൾ ആർക്കാണോ ക്രെഡിറ്റ് ആയത് അല്ലെങ്കിൽ ആർക്കാണോ ഡെബിറ്റ് ആയതെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും ഇതിനകത്ത് ഉണ്ടാവും. അതേസമയം സിംഗിൾ എൻട്രി മോഡിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മളിവിടെ കിടക്കുന്നത് ഡബിൾ എൻട്രി മോഡാണ്. അപ്പോൾ ഇതിന് നമുക്ക് സിംഗിൾ എൻട്രി മോഡിൽ കൺവേർട്ട് ചെയ്യണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ചേഞ്ച് മോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ H പ്രസ് ചെയ്താലും മതി. അതാണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ ചേഞ്ച് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ കാണാം, ഡബിൾ എൻട്രിയും സിംഗിൾ എൻട്രിയും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡബിൾ എൻട്രി ആണ്, അതാണ് അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് സിംഗിൾ എൻട്രി എടുക്കാം. സിംഗിൾ എൻട്രി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും കാണാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ഈ 2 മോഡിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് മോഡാണോ നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡബിൾ എൻട്രി മോഡ് തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ വൗച്ചർ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ വൗച്ചർ പറയുന്നത് കോൺട്ര വൗച്ചറാണ്. കോൺട്ര വൗച്ചറിൽ ബാങ്കും ക്യാഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ആണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക്, ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്, ക്യാഷ് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് അക്കൗണ്ട് ടു അനദർ ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെയൊക്കെ വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ കോൺട്ര വൗച്ചറിനകത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, ഏതെങ്കിലും ബാങ്ക് എടുക്കാം, ₹50,000 ആണ് വെച്ചിട്ട്. അപ്പം ബാങ്കിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്ന 2 ലെഡ്ജേഴ്സ് പറയുന്നത് ഒന്ന് ക്യാഷും പിന്നെ ഒന്ന് ബാങ്കും ആണ്. അപ്പോൾ അത് ഇതിനകത്ത് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ആ ഒരു വൗച്ചർ ഇതിനകത്ത് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഡബിൾ എൻട്രി മോഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ CR സൈഡ് പറയുന്നത് ക്യാഷ് ആയിരിക്കും, DR പറയുന്നത് ബാങ്കാണ്. അപ്പോൾ എങ്ങനെ CR വരുന്നത് എങ്ങനെ DR വരുന്നത് നമ്മുടെ ആ ഗോൾഡൻ റൂൾസ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം CR സൈഡ് ക്യാഷ് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ് പറയുന്നത് 50,000 ആണ്. ഇപ്പോൾ 50,000 ഞാൻ എൻ്റർ ചെയ്തു. ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ക്യാഷ് അടിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലാണ് ആദ്യം അടിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഈ ക്യാപിറ്റലിൽ നിന്നാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക പറയുമ്പോൾ ഈ ക്യാപിറ്റലിൽ നിന്ന് ഒരു 50,000 എടുത്തിട്ടാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അടിക്കാത്ത മുമ്പാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ക്യാഷ് നടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നെക്സ്റ്റ് പറയുന്നത് DR സെലക്ട് ചെയ്ത് കൊടുക്കണം. DR പറയുന്നത് നമ്മുടെ ബാങ്കാണ്. അപ്പോൾ ബാങ്ക് പറഞ്ഞ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ലെഡ്ജർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ആ ഗേറ്റ് വേയിൽ പോയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതിനാണ് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലെഡ്ജർ ക്രിയേഷൻ പേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ബാങ്കിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ SBI ബാങ്ക് എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കാം. പിന്നെ ബാങ്ക് ഒക്കെ ഏത് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ നമ്മളിവിടെ എന്തെടുക്കണം? ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. പിന്നെ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് നമ്മളിതൊന്നും കൊടുക്കുന്നില്ല. റിയൽ ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യമായിട്ട് കൊടുക്കണം. നമുക്ക് Ctrl+A അടിച്ച് സേവ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 50,000 ഡെബിറ്റ് സൈഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ജസ്റ്റ് എൻ്റർ അടിക്കാം. നമ്മൾ ബാങ്കിലോട്ടാണ് ഇടുന്നത്, അതുകൊണ്ട് ആ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ടൈപ്പും ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ട് ഇടുന്നത് കൊണ്ട് എത്ര 2000 നോട്ടുണ്ട്, എത്ര 1000 നോട്ടുകൾ ഉണ്ടെന്നുള്ള ഡിനോമിനേഷൻസ് ഒക്കെ നമുക്കിവിടെ കൊടുക്കണം. ഞാൻ തൽക്കാലം ഇതൊക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാങ്ക് നെയിം ഒക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നറേഷൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും നോട്ട്സ് കൊടുക്കാനാണ് ഈ ഒരു ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ നറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് എൻ്റർ. ഇനി നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ആവുന്നതായിരിക്കും. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് വരുന്ന വൗച്ചറാണ് പേയ്മെൻറ്റ് വൗച്ചർ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നെയിം മാറും, പേയ്മെൻറ്റ് എന്ന്. അപ്പോൾ ഇവിടെ ഒരു പേയ്മെൻറ്റ് വൗച്ചർ എങ്ങനെ അടിക്കാൻ നോക്കാം. പേയ്മെൻറ്റ് വൗച്ചറിൽ നമ്മൾ എന്തൊക്കെ പേയ്മെൻറ്റ്സ് നടത്തുന്നോ അത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നു, അതുപോലെ സാലറി കൊടുക്കുന്നു, റെൻറ്റ് കൊടുക്കുന്നു, ഇതൊക്കെ നമുക്ക് വരുന്ന പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ പെയ്ഡ് ബൈ ക്യാഷ്, നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് ക്യാഷ് ആയിട്ട് പേ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് ലെഡ്ജർ പറയുന്നത് ഇലക്ട്രിസിറ്റിയും ക്യാഷും ആണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ DR വരുന്നത്, ക്യാഷാണ് CR വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതെങ്ങനെ അടിക്കാൻ നോക്കാം. അപ്പോൾ DR പറയുന്നത് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ സപ്പോസ് നമ്മുടെ ലെഡ്ജർ ലിസ്റ്റിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെഡ്ജർ ഇല്ലെങ്കിൽ ക്രിയേറ്റിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 2000 റുപ്പീസ് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കാം. CRൻ്റെ അവിടെ ക്യാഷ് അടിക്കാം. അപ്പോൾ 2000 ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ നമുക്ക് നെഗറ്റീവ് ക്യാഷ് അടിക്കും, കാരണം നമ്മൾ ക്യാപിറ്റൽ അടിച്ചിട്ടില്ല. ഇപ്പോൾ നറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. എൻ്റർ കൊടുക്കാം, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചർ റെക്കോർഡായി. ഇനി നെക്സ്റ്റ് വരുന്ന വൗച്ചറാണ് റെസിപ്റ്റ് വൗച്ചർ. അപ്പോൾ റെസിപ്റ്റ് വൗച്ചറിനകത്ത് നമുക്ക് എന്തൊക്കെ ഇൻകം വരുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ക്യാഷ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് റെസിപ്റ്റ് ചെയ്യുന്നോ ആ കാര്യങ്ങളൊക്കെയാണ് റെസിപ്റ്റ് വൗച്ചറിൻ്റെ അണ്ടറിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിന് ഒരു എക്സാമ്പിളായി പറയണമെങ്കിൽ ക്യാപിറ്റൽ തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇടുന്നു. അപ്പോൾ ആ ക്യാപിറ്റൽ പറയുന്നത് നമ്മുടെ കമ്പനിയിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മളത് റെസിപ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ റെസിപ്റ്റ് വൗച്ചറിനകത്ത് അത് അടിക്കാം. അപ്പോൾ CRൻ്റെ സ്ഥാനത്ത് നമുക്കൊരു ക്യാപിറ്റൽ അടിക്കാം. അപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 5 lakh കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. അപ്പോൾ DR പറയുന്നത് ക്യാഷ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ക്യാഷ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ, ഈ ക്യാപിറ്റൽ നമ്മൾ ആദ്യം അടിച്ചാലാണ്, ഇതിന് മുമ്പ് നമ്മൾ അടിക്കുമ്പോൾ നെഗറ്റീവ് ക്യാഷ് വന്നില്ലേ, അതില്ലാതെ ഇരിക്കുള്ളൂ. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ റെസിപ്റ്റ് ചെയ്യുന്നതൊക്കെ റെസിപ്റ്റിലും, പേയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ പേയ്മെൻറ്റിലും, ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് കോൺട്രയിലും വരുന്നത്. നെക്സ്റ്റ് വരുന്ന വൗച്ചറാണ് ജേർണൽ വൗച്ചർ. ജേർണൽ വൗച്ചറിനകത്ത് ഇപ്പോൾ നമ്മുടെ കോൺട്രാ, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ഈ റെസിപ്റ്റിലൊന്നും ഉൾപ്പെടാത്ത വൗച്ചേഴ്സ് ഒക്കെയാണ് ഇതിനകത്ത് അടിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ഒക്കെ വരികയാണെങ്കിൽ ഈ ജേർണൽ എൻട്രീനകത്ത് അടിക്കാം.
അതേപോലെ തന്നെ ഏതെങ്കിലും എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും എൻട്രി അടിക്കണമെങ്കിൽ ഇതിനകത്താണ് അടിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ ഡിപ്രസിയേഷൻ ഒക്കെയാണ് ഇതിനകത്ത് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും അടിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിപ്രസിയേഷൻ ഓൺ, അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറാണുള്ളത്. ഡിപ്രസിയേഷൻ ഓൺ കമ്പ്യൂട്ടർ റുപ്പീസ് 2000 പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ ഇവിടെ എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ രണ്ട് ലെഡ്ജർ പറയുന്നത് ഒന്ന് ഡിപ്രസിയേഷനും ഒന്ന് കമ്പ്യൂട്ടറും ആണ്. അപ്പോൾ ഡിപ്രസിയേഷനാണ് DR വരുന്നത്, അതുപോലെ കമ്പ്യൂട്ടറാണ് CR വരുന്നത്. അപ്പോൾ DRന്റെ അവിടെ ഡിപ്രസിയേഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഡിപ്രസിയേഷൻ ലിസ്റ്റിലില്ല, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിപ്രസിയേഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിപ്രസിയേഷൻ എപ്പോഴും നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ അണ്ടറിലാണ് വരിക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഗ്രൂപ്പ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എറർ വരാൻ ചാൻസ് ഉണ്ട്. ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഡിപ്രസിയേഷൻ ഒരു 2000 ആണ് പറയുന്നത്, കൊടുക്കാം. CR വന്നിട്ട് കമ്പ്യൂട്ടറാണ് എടുക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഡിപ്രസിയേഷൻ ആണ് കൊടുക്കുന്നത്. നറേഷൻ സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജേർണൽ എൻട്രി കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന വൗച്ചർ പറയുന്നത് സെയിൽസ് വൗച്ചറാണ്. അപ്പോൾ സെയിൽസ് വൗച്ചർ നമ്മൾ എന്താ അടിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ സെയിൽ ചെയ്യണോ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് ഈ സെയിൽസ് വൗച്ചറിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്നത് പാർട്ടി അക്കൗണ്ട് നെയിമാണ് കൊടുക്കേണ്ടത്, പിന്നെ സെയിൽസ് ലെഡ്ജറും, പിന്നെ ഏത് ഐറ്റമാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു സെയിൽസ് വൗച്ചർ അടിക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോൾഡ് കമ്പ്യൂട്ടർ ടു ABC ലിമിറ്റഡ് അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെന്ന് വെച്ചാൽ അത് എമൗണ്ട് എത്ര നമുക്കാവാം. അങ്ങനെ വരികയാണെങ്കിൽ അതെങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ സെയിൽസ് നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതുപോലെ പാർട്ടി അക്കൗണ്ട് നെയിം പറയുന്നത് നമ്മൾ ആർക്കാണോ സെയിൽ ചെയ്യുന്നത് അവരുടെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പാർട്ടിൻ്റെ പേരും എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പാർട്ടി പറയുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന പാർട്ടി പറയുന്നത് എപ്പോഴും ഡെപ്റ്റർ ആയിരിക്കും. അപ്പോൾ സൺഡേ ഡെപ്റ്റർ ആണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ABC ലിമിറ്റഡ് പറയുന്നത് ഓൾറെഡി ഉണ്ട് തോന്നുന്നു, നമുക്ക് വേറെ ഏതെങ്കിലും പേര് കൊടുക്കാം. PQR ലിമിറ്റഡ് എന്ന് കൊടുക്കാം. എൻ്റർ അടിക്കാം. ഇതെപ്പോഴും സെയിൽ ചെയ്യുന്ന സമയത്ത് ആ സാധനം വാങ്ങിക്കുന്ന ആൾ ഡെപ്റ്റർ ആയിട്ടാണ് വരിക. ഇപ്പോൾ സൺഡേ ഡെപ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. ഈ ഡെലിവറി നോട്ടും കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ നമ്മുടെ ഇൻവെന്ററി വൗച്ചേഴ്സിൽ വരുന്നതാണ്. പാർട്ടിയുടെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ലെഡ്ജർ ആണ് ചോദിക്കുന്നത്. അപ്പോൾ സെയിൽസ് ലെഡ്ജർ എപ്പോഴും നമ്മൾ സെയിൽസ് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതും ഇവിടെ ഇല്ല, അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെയിൽസ് കണ്ടു കൊടുക്കാം. അപ്പോൾ സെയിൽസ് ഒക്കെ എപ്പോഴും സെയിൽസ് അക്കൗണ്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്. എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ഏത് ഐറ്റം ആണ് സെയിൽ ചെയ്യുന്നത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഐറ്റം എങ്ങനെ വരിക വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ലേ ആ വാല്യൂസ് ആണ് ഇതിനകത്ത് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് ഐറ്റം അവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്ത് വരും. എനിക്ക് തോന്നുന്നു ബിസ്ക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ B കൊടുത്തു കഴിഞ്ഞാൽ സോറി ബിസ്ക്കറ്റ് അല്ല പാർലിജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാർലിജി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർലിജി പറഞ്ഞൊരു ഐറ്റം ബിസ്ക്കറ്റ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ലിസ്റ്റ് ചെയ്ത് വന്നത്. പാർലിജി എടുക്കാം. ഇനി ഇവിടെ ട്രാക്കിംഗ് നമ്പർ ചോദിക്കുന്നുണ്ട്. ട്രാക്കിംഗ് നമ്പറൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻവെന്ററി വൗച്ചേഴ്സ് അടിച്ചിട്ടാണ് ട്രാക്കിംഗ് നമ്പറൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. ഇനി ഏത് ഗോഡൗൺ എന്നാണ് നമ്മൾ ആ ഒരു പാർലിജി ബിസ്ക്കറ്റ് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗോഡൗൺ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ ലൊക്കേഷൻ അവിടെ വരും. ഇനി എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു എറർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ പാർലിജി പറഞ്ഞൊരു ഐറ്റം പർച്ചേസ് ചെയ്താൽ അതിൽ നമ്മുടെ സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്താലേ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ പാർലിജി പറഞ്ഞ സ്റ്റോക്ക് 0 ആണ്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒരു ഐറ്റം നമുക്ക് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും? പക്ഷെ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതൊരു ചെറിയൊരു എറർ അടിക്കും, അത് നമുക്ക് കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്ത് പോവാം. ഇപ്പോൾ ക്വാണ്ടിറ്റി പറയുന്നത് ഞാനൊരു 50 കൊടുക്കുന്നുണ്ട്. എൻ്റർ കൊടുക്കാം. അപ്പോൾ നെഗറ്റീവ് സ്റ്റോക്ക് വന്നിട്ട് നമുക്കിവിടെ മെസ്സേജ് വരും. കാരണം നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിക്കാം. അപ്പോൾ റേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 30 റുപ്പീസ് കൊടുക്കാം. എൻ്റർ.
അപ്പോൾ ഇവിടെ PKTS പാക്കറ്റ്സ് പറഞ്ഞ് യൂണിറ്റ് ഓട്ടോമാറ്റിക്കായി വരും. കാരണം എന്താണ്, നമ്മളവിടെ യൂണിറ്റിൽ സെറ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഐറ്റം പാർലീജി അടിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഗ്രൂപ്പും കാറ്റഗറിയും യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് PKTS, അതായത് പാക്കറ്റ്സ് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. പിന്നെ എമൗണ്ട് പറയുന്നത് 50 പാക്കറ്റ് 30 രൂപ വെച്ചിട്ട് 50 × 30 1500 എമൗണ്ട് വന്നു. ടെൻഡർ അടിക്കാം. നമുക്ക് വീണ്ടും എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. എൻ്റർ അടിക്കാം. വീണ്ടും എൻ്റർ അടിക്കാം. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഞാൻ റേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ആവുന്നതായിരിക്കും. എസ് കൊടുത്തു. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ നമ്മൾ ഐറ്റം കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഐറ്റം ഇല്ലാണ്ട് ജസ്റ്റ് അക്കൗണ്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടും സെയിൽസ് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ ഇവിടെ ചേഞ്ച് മോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ നേരത്തെ കോൺട്രാ, റെസിപ്റ്റ്, പേയ്മെന്റ്, ജേർണൽ ഇതിലൊക്കെ ചേഞ്ച് മോഡ് പറഞ്ഞാൽ ഡബിൾ എൻട്രിയും സിംഗിൾ എൻട്രിയാണ് വന്നത്. പക്ഷെ സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് എടുക്കുമ്പോൾ അതിന്റെ ചേഞ്ച് മോഡിൽ ഓപ്ഷൻസ് മാറും. ഐറ്റം ഇൻവോയ്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഇൻവോയ്സ് ഉണ്ട്, ആസ് വൗച്ചർ ഉണ്ട്. ഐറ്റം ഇൻവോയ്സ് പറഞ്ഞാൽ നമ്മൾ ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ പാർലേജി എന്നൊക്കെ കൊടുത്ത് അടിച്ചില്ലേ, അതിന് നമ്മൾ ഐറ്റം ഇൻവോയ്സ് എന്ന് പറയാം. അതേസമയം അക്കൗണ്ടിങ് ഇൻവോയ്സ് പറഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇൻവെന്ററി ഇല്ലാതെ അടിക്കുന്നതിനാണ് അക്കൗണ്ടിങ് ഇൻവോയ്സ് യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഉണ്ടോ, പാർട്ടിയുടെ പേരും ഉണ്ട്, പർട്ടിക്കുലേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പാർട്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡെലിവറി നോട്ടൊക്കെ വരും. ഇൻവെന്ററി വൗച്ചറാണ്. പാർട്ടിന്റെ ഡീറ്റെയിൽസ്. ഇപ്പൊ ഇവിടെ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഐറ്റം ഒന്നും എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ലെഡ്ജറിൽ എന്താണോ ആഡ് ചെയ്തത് അതാണ് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഫർണിച്ചർ എന്ന് കൊടുക്കാം. എൻ്റർ കൊടുക്കും. ഫർണിച്ചർ വാങ്ങി. അപ്പൊ അതിന്റെ സെയിൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നെയിം ഓഫ് ദി ഐറ്റം, ക്വാണ്ടിറ്റി അതൊന്നും വരില്ല. ജസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്തിട്ട് നമുക്കിവിടെ സേവ് ആവുന്നു. അപ്പൊ ഇവിടെ നെഗറ്റീവ് സ്റ്റോക്ക് ഒന്നും കാണിക്കില്ല. കാരണം എന്താ, നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. സ്റ്റോക്ക് അത് ഇൻവെന്ററി ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നെഗറ്റീവ് സ്റ്റോക്ക് ഒന്നും കാണിക്കില്ല. നമ്മൾ ലെഡ്ജറിൽ എന്താണോ കൊടുത്തത് അത് വെച്ചിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സെയിൽസും പർച്ചേസും രണ്ട് മോഡാണുള്ളത്. മൂന്ന് മോഡാണുള്ളത്. ഒന്ന് ഐറ്റം ഇൻവോയ്സ്, പിന്നൊന്ന് അക്കൗണ്ടിങ് ഇൻവോയ്സ്, പിന്നൊന്ന് ആസ് വൗച്ചർ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ആസ് വൗച്ചറും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ചേഞ്ച് മോഡ് കൊടുക്കാം, ആസ് വൗച്ചർ. അപ്പൊ ആസ് വൗച്ചർ പറയുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. DR-ഉം അതുപോലെ അപ്പൊ നമ്മുടെ ഈ പേയ്മെന്റ് ഒക്കെ അടിക്കില്ലേ, അതേപോലെ തന്നെ ഇതിനകത്ത് വരും. അപ്പൊ DR-ന്റെ അവിടെ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അതും. അപ്പൊ ഇവിടെ ഡെബിറ്റ് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് CR വന്നിട്ട് സെയിൽസിൽ കൊടുക്കുക. അപ്പൊ ഇവിടെ ഐറ്റം ഒക്കെ ചോദിക്കുക, നമ്മൾ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളിലാണ് വൗച്ചർ ആയിട്ട് വരുന്നത്. അത് നമ്മൾ പേയ്മെന്റ്, റെസിപ്റ്റ് ഒക്കെ അടിക്കുന്ന ആ ഒരു മെത്തേഡിനകത്ത് ഇതിനകത്ത് വരും. അപ്പൊ നമ്മൾ CR സെയിൽസിൽ അങ്ങനെ ആക്കി കൊടുക്കണം മാത്രം. അപ്പൊ 3 രീതിയിൽ നമുക്ക് സെയിൽസ് വൗച്ചർ അടിക്കാം. ഇതേ തന്നെയാണ് പർച്ചേസ് വൗച്ചറിനകത്തും വരുന്നത്. അപ്പൊ ഇത്രയാണ് സെയിൽസിൽ പഠിക്കാനുള്ളത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർച്ചേസ് ഇൻവോയ്സ് ആണ്. അപ്പൊ സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിനകത്തും ചേഞ്ച് മോഡ് ഉണ്ട്, അതിനകത്തും ഐറ്റം ഇൻവോയ്സ് ഉണ്ട്, അതുപോലെ അക്കൗണ്ടിങ് ഇൻവോയ്സ് ഉണ്ട്, ആസ് വൗച്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാനവിടെ ഐറ്റം ഇൻവോയ്സ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ചോദിക്കും. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സപ്ലയർ നമുക്കൊരു ഇൻവോയ്സ് നമ്പർ തരും. അതായത് റെസിപ്റ്റിനകത്ത് അത് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ആ ഒരു റെസിപ്റ്റിനകത്ത് നമുക്കൊരു ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് ഇവിടെ അടിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് 1 2 3 4 5 6 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡേറ്റ് നമ്മളവിടെ ആദ്യം കൊടുത്ത ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി പാർട്ടി അക്കൗണ്ട് നെയിം, ഏത് പാർട്ടിൻ്റെന്നാണോ നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പാർട്ടി പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ക്രെഡിറ്റർ ആണ് വേണ്ടത്. ഇപ്പോൾ PQR ലിമിറ്റഡ് നമ്മൾ ഡെബിറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റർ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഞാൻ ABC ലിമിറ്റഡ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്രെഡിറ്റർ ആണ് വരേണ്ടത്. ചെയ്യാം. അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റർ ആണ് സെലക്ട് ചെയ്യുന്നത്, ഡെബിറ്റർ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ഇവിടെ എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ആ ഡീറ്റെയിൽസ് ചോദിക്കണം.
അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻവോയ്സ് ചേഞ്ച് ചെയ്തിട്ടില്ല, നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് മോഡിൽ പോവാം. അപ്പോൾ ഐറ്റം ഇൻവോയ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെയിം ഓഫ് ദി ഐറ്റം ആ ഒരു മോഡിലോട്ട് വരും. അപ്പോൾ ഇതിനകത്ത് പർച്ചേസ് ലെഡ്ജർ വന്നിട്ട് പർച്ചേസ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് പറഞ്ഞ ലെഡ്ജർ നമ്മുടെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ലെഡ്ജറിൽ പോയിട്ട് പർച്ചേസ് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഗ്രൂപ്പ് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പാണ്. അപ്പോൾ നെയിം ഓഫ് ദ ഐറ്റം നമുക്ക് പാർലേജി സെലക്ട് ചെയ്യാം. പാർലേജി നോക്കിയാൽ നമുക്ക് -50 പാക്കറ്റ്സ് കാണും. കാരണം എന്താ വെച്ചാൽ നമ്മൾ സെയിൽ ഇതിന് മുമ്പ് നടത്തിയിരുന്നു 50 പാക്കറ്റ്സ്. അപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് സ്റ്റോക്ക് പറഞ്ഞു വന്നു. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ട്രാക്കിംഗ് നമ്പർ ഒന്നും കൊടുക്കണ്ട. മെയിൻ ലൊക്കേഷനിൽ നമുക്കൊരു 100 പാക്കറ്റ് വാങ്ങിക്കാം. എൻ്റർ അടിക്കാം. ഇപ്പോൾ നമ്മൾ വിറ്റത് 30 രൂപയ്ക്കാണെങ്കിൽ വാങ്ങുന്നത് 20 കൊടുക്കാം. 2000 കൊടുക്കാം. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. സെലക്ട് ചെയ്യാം. നറേഷൻ വേണം കൊടുക്കാം. എൻ്റർ ചെയ്യാം. സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 100 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി അതിൽ 50 നമ്മൾ സെയിലിലോട്ട് പോയിട്ടുണ്ടാവും. ബാക്കി 50 ആയിരിക്കും നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുക. നമുക്കത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാർലേജി സെലക്ട് ചെയ്തതിനാ കണ്ടോ -50 പാക്കറ്റ്സ് പോയിട്ട് 50 പാക്കറ്റ്സ് ആയി. കാരണം നമ്മൾ 100 പാക്കറ്റ്സ് വാങ്ങി അതിൽ 50 പാക്കറ്റ്സ് സോൾഡ് ചെയ്തു. ബാക്കി 50 പാക്കറ്റാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോക്ക് ഐറ്റം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടി അടിച്ചത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ക്വിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് അടിക്കുന്നത്. ഇനി നമുക്ക് വരുന്ന 2 വൗച്ചേഴ്സ് പറയുന്നത് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ആണ്. അപ്പോൾ അത് വന്നിട്ട് അതർ വൗച്ചേഴ്സിനുള്ളിലാണ് കാണാൻ കഴിയുക. അപ്പോൾ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഡെബിറ്റ് നോട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കട്ട് കീ Alt+F5 ആണ്. അപ്പോൾ F5 പറയുന്നത് നമ്മുടെ ഏതാണ് വരുന്നത്, പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് പേയ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡെബിറ്റ് നോട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു സപ്ലയറിൻ്റെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി, സപ്പോസ് ഒരു 10 കമ്പ്യൂട്ടർ വാങ്ങി. അതിനകത്ത് ഒരു കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും വരുന്നു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ച് ആ സപ്ലയറിന് തന്നെ കൊടുക്കും. എന്നിട്ട് നമ്മുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഡെബിറ്റ് നോട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ തന്ന സാധനങ്ങളിൽ ഒന്ന് ഡാമേജ് ആണ്, അപ്പം ഇത്ര എമൗണ്ട് നമുക്ക് തിരികെ തരണം പറഞ്ഞിട്ടുള്ളൊരു ഡെബിറ്റ് നോട്ട് നമ്മൾ സപ്ലയർക്ക് കൊടുക്കും. അതാണ് ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പാർട്ടിൻ്റെ നിന്നാണോ വാങ്ങിയത് ആ പാർട്ടിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ABC ലിമിറ്റഡ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ട്രാക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെഡ്ജർ അക്കൗണ്ട് നമ്മുടെ പർച്ചേസ് തന്നെയാണ് വരുന്നത്. പിന്നെ നെയിം ഓഫ് ദ ഐറ്റം, ഏത് ഐറ്റമാണോ നമ്മൾ വാങ്ങിയത് അതാണ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാർലേജിയാണ് ഇവിടെ വാങ്ങിയത്. അപ്പോൾ പാർലേജി സെലക്ട് ചെയ്യാൽ അപ്പോൾ ഏത് ലൊക്കേഷനിലാണോ കൊടുക്കുന്നത്, ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം, എത്ര നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 50 ബാലൻസ് ഉള്ളത്, അതിൽ നമ്മളൊരു 10 നമ്മൾ റിട്ടേൺ കൊടുക്കാം. ഇപ്പോൾ 20 രൂപയായിട്ട് വാങ്ങിയത്, അപ്പോൾ 200 രൂപയാണ് നമുക്കവർ തിരിച്ചു തരേണ്ട എമൗണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഡെബിറ്റ് നോട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബില്ല് നമ്മുടെ സപ്ലയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഇതാണ് ഡെബിറ്റ് നോട്ട്. ഇനി വരുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അതർ വൗച്ചേഴ്സിൽ പോവാം, ക്രെഡിറ്റ് നോട്ട് പോവാം. ക്രെഡിറ്റ് നോട്ട് പറയുന്ന നമ്മുടെ സെയിലുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ റെസിപ്റ്റിൻ്റെ ബന്ധമുള്ളതാണ് ക്രെഡിറ്റ് നോട്ട് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സെയിൽ ചെയ്തു, ഇപ്പോൾ നമ്മൾ പാർലേജി പറഞ്ഞ ബിസ്ക്കറ്റ് കുറച്ച് ഒരു PQR ലിമിറ്റഡ് പറഞ്ഞൊരു കസ്റ്റമർ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ട് അവർക്കത് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർ നമുക്കൊരു റിക്വസ്റ്റ് അയക്കും, പേയ്മെൻറ്റ് റിക്വസ്റ്റ് അയക്കും. അതിനാണ് ക്രെഡിറ്റ് നോട്ട് വരെ. ഡെബിറ്റ് നോട്ട് പറയുന്നത് സപ്ലയർക്ക് കൊടുക്കുന്നതാണ്. ക്രെഡിറ്റ് നോട്ട് പറയുന്നത് കസ്റ്റമർ തരുന്നതാണ്. അപ്പോൾ അത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ പാർട്ടി അക്കൗണ്ട് നെയിം നമ്മൾ ആർക്കാണോ സെയിൽ ചെയ്തത് അവരിനോട് സെലക്ട് ചെയ്യാം, PQR ലിമിറ്റഡ്. ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ലെഡ്ജർ പറയുന്നത് സെയിൽസ് ആണ്. ഏത് ഐറ്റമാണ് നമ്മൾ സെയിൽ ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പാർലേജി പറഞ്ഞ ഐറ്റം മാത്രം അവിടെ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ പാർലേജി സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ 40 കാണിക്കുന്നുള്ളൂ, കാരണം 10 നമ്മൾ റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, അതാണ് 40 കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗോഡൗൺ ക്വാണ്ടിറ്റി ഇപ്പോൾ എത്ര കസ്റ്റമർ നമുക്ക് റിട്ടേൺ തരും, ഒരു 20 നോക്കാം.
എൻട്രി കൊടുക്കാം. അപ്പോൾ നമ്മൾ 30 രൂപ വെച്ചിട്ടാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ 600 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. 600 ജസ്റ്റ് എൻ്റർ അടിക്കാം. സേവ്. ഇനി നമുക്ക് ഒന്നും കൂടി ബിസ്ക്കറ്റ് പാക്കറ്റിൻ്റെ എണ്ണം, അത് കാരണം കസ്റ്റമർ നമുക്കൊരു 20 തിരിച്ചു തരുമ്പോൾ അത് നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ആവണമല്ലോ, ആവണ്ടോ ഇല്ലയോ നോക്കാം. കസ്റ്റമർ നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും കസ്റ്റമർ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ പാക്കറ്റിൻ്റെ എണ്ണം ചെക്ക് ചെയ്യാനാണ്. സെയിൽസ് കണ്ടോ, ഇവിടെ 60 ആയി. നേരത്തെ 40 ആയിരുന്നു. അപ്പം എങ്ങനെ 60 ആയത്? നമ്മൾ കസ്റ്റമർ നമുക്ക് റിട്ടേൺ തന്നു 20 പാക്കറ്റ്. അപ്പോൾ അതിവിടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും അടിക്കുന്നത്. അപ്പോൾ ഇത്രയും വൗച്ചേഴ്സാണ് നമ്മുടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരുന്നത്. കോൺട്രാ, പേയ്മെൻറ്റ് റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ്, പിന്നെ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. നമ്മളിപ്പോൾ പഠിച്ച ട്യൂട്ടോറിയലിൻ്റെ ഒരു സമ്മറി പേജാണ് കാണുന്നത്. ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ ആദ്യം പഠിച്ചത് വൗച്ചേഴ്സും വൗച്ചർ ടൈപ്സും ആണ്. അതായത് ക്യാഷ് വൗച്ചറും നോൺ ക്യാഷ് വൗച്ചറും. പിന്നെ നമ്മൾ പഠിച്ചത് 2 കാറ്റഗറീസ്, വൗച്ചറിൽ വരുന്ന 2 കാറ്റഗറീസ് ആണ്, അക്കൗണ്ടിങ് വൗച്ചേഴ്സും ഇൻവെൻട്രി വൗച്ചേഴ്സും. അതിൽ ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് വൗച്ചേഴ്സിനകത്താണ്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് പറയുന്നത് കോൺട്രാ, പേയ്മെൻറ്റ്, റെസിപ്റ്റ്, ജേർണൽ, സെയിൽസ്, പർച്ചേസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എന്നിവയൊക്കെയാണ്. നോൺ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.